ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു അലോവേരേൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ കുറേ വീഡിയോസ് ഞാൻ അലോവേരേൻ്റെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെല്ലാവരും നല്ല കമൻറ്റും എല്ലാവരുടെ അടുത്തു നിന്ന് നല്ല സപ്പോർട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോന് ഒരു പ്രത്യേകത ഉണ്ട്. കാരണം ഇത് ഞാൻ വീട്ടിലേത്തെ അലോവേര അല്ല കാണിക്കുന്നത്. അപ്പോൾ സിസ്റ്റർ എടുത്ത് പോയപ്പോൾ കണ്ട അലോവേര കേട്ടോ. അപ്പൊ സിസ്റ്റർ ഇതേപോലെ നല്ലോണം നട്ടിട്ടുണ്ട്. അപ്പൊ അതും ചട്ടിയിലാണ് നട്ടത്. പ്രത്യേകിച്ച് വളങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെയാണ്. അപ്പൊ അത് ചട്ടിയിൽ ഇങ്ങനെ നിറഞ്ഞുണ്ടായി നിൽക്കുക. അപ്പൊ നിങ്ങൾക്ക് വീഡിയോയിൽ ക്ലിയർ ആവുണ്ടോന്ന് എനിക്കറിയില്ല. കാരണം ഓരോ ലീഫിനും നല്ല വണ്ണമൊക്കെ ആയിട്ട് കാണാൻ തന്നെ നല്ല ഭംഗിയാട്ടോ അലോവേര. അപ്പൊ ഇത് കാട് പോലെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇവര് പറഞ്ഞാല് പ്രത്യേകിച്ച് വളങ്ങളും കാര്യങ്ങളും ഒന്നും ചെയ്യാതെ ഇപ്പൊ ഡെയിലി നനയ്ക്കണമില്ല. അത് ചുമ്മാ ഇങ്ങനെ അതിനൊരു ഫ്രീ ആയിട്ട് വിട്ടിട്ടുണ്ട് ഇവര്. ആ ഭാഗത്തേക്ക് ശ്രദ്ധിക്കാതെ അതിനെ ഫ്രീ ആയിട്ട് വിട്ടുകയാണ് ചെയ്തത്. അപ്പൊ ശരിക്കും നമ്മൾ പണ്ടൊക്കെ പറയൂല്ലേ, പിന്നെ ചക്ക വേണമെങ്കിൽ വേരിലും കായ്ക്കുന്ന്. അപ്പൊ അതേ ഒരു ഇതാട്ടോ ഇവിടെ. അപ്പൊ നമ്മള് വേണമെങ്കിൽ ചെടികൾക്കാണെങ്കിലും വേണമെങ്കിൽ പൂക്കും ചെയ്യാം, കായ്ക്കും ചെയ്യാം. പ്രത്യേകിച്ച് വളത്തിന്റെ ആവശ്യമൊന്നും ഇല്ലാന്ന് ഈ ഒരു ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഇപ്പൊ നിങ്ങളൊന്ന് വീഡിയോയില് കണ്ടു നോക്ക്, എന്ത് ഭംഗിയല്ലേ അലോവേര കാണാനൊക്കെ. അപ്പൊ ഇതിന്റെ ലീഫ് ആണെങ്കിൽ എന്ത് വണ്ണ അറിയാം. അപ്പൊ നമുക്ക് ഒരു ലീഫ് ഉണ്ടെങ്കിൽ നമുക്കൊരു ഏകദേശം ഒരു 2 ആഴ്ച എങ്കിലും യൂസ് ചെയ്യാം നമുക്ക്. ഇപ്പം പിന്നെ താളിയായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് അങ്ങനെ, ഇപ്പൊ എണ്ണായിട്ട് യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ എണ്ണ കാച്ചിനയിൽ ഇപ്പൊ ഈ ഒരു ലീഫ് ഇട്ടാൽ മതി. അത്ര നല്ല വലിയൊരു ലീഫാണ് കേട്ടോ ഉള്ളതൊക്കെ. പിന്നെ ചട്ടി ആയതുകൊണ്ട് കുറെ ചട്ടി തൈകൾ നിറഞ്ഞിട്ട് കുറെ ചട്ടി പൊട്ടിയും പോയിട്ടുണ്ട്. ഇവര് മാറ്റിയൊന്നും നടാതെ ഇങ്ങനെ നിന്നിട്ടാ തോന്നുന്നുണ്ട്. കാരണം നിറച്ചും ചട്ടിയിലൊക്കെ നിറച്ചും തൈകളാണ്. പിന്നെ വലിയ അതൊക്കെ മാറ്റി നടുമ്പോഴാണ് കുറെയൊക്കെ ഉണ്ട് സ്പേസ് അവർക്ക് വലിയ അലോവേരയ്ക്ക് നിൽക്കാനുള്ള സ്പേസ് ഉണ്ടാവുക. പക്ഷെ ഇവരതൊന്നും മാറ്റി നട്ടിട്ടില്ല. എല്ലാം നിറഞ്ഞിങ്ങനെ തിങ്ങി നിൽക്കുകയാണ് നിറച്ചും. കുറെ ചട്ടി ഇങ്ങനെ സൈഡൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഈ തൈകൾ നിറഞ്ഞിട്ട് വേരുകളൊക്കെ ആണെങ്കിലും. അപ്പൊ എന്തായാലും കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇപ്പൊ വീഡിയോയിൽ കാണുന്നേക്കാളും നമ്മൾ എടുത്തുനിന്ന് കാണുമ്പോൾ ഒന്നും കൂടി ഭംഗിയാണ്. കാരണം നിറഞ്ഞു നിൽക്കുകയാണ് ചട്ടിയിൽ നിറഞ്ഞ് തൈകളും പിന്നെ അതേപോലെ വലിയ വലിയ അലോവേരയൊക്കെ ആയിട്ട് നല്ലൊരു പ്രത്യേക ഭംഗിയാണ്. അപ്പൊ എനിക്ക് തന്നെ കേട്ടപ്പോൾ ശരിക്കും അത്ഭുതം തോന്നി. ഇപ്പൊ ഞാൻ ഇതിന്റെ മുന്നേ ചെയ്ത വീഡിയോസിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് എങ്ങനെ നടുന്നത് അങ്ങനെ കാര്യങ്ങളൊക്കെ. അപ്പൊ അതിനൊക്കെ തൈ വരാനൊക്കെ എന്തൊക്കെ ചെയ്യണ്ടേ അങ്ങനത്തെ ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. പക്ഷെ അതിന്ന് ഒരുപാട് വ്യത്യസ്തമുള്ള ഒരു കാര്യമാണ്. ഒറ്റ വളവും കൊടുക്കാതെ ഒരു മൈൻഡും കൊടുക്കാതെ പെട്ടെന്ന് വളരുക എന്ന് പറയുന്നത് തന്നെ ഒരു ഭയങ്കര ഒരു തന്നെ അല്ലെ. ഇപ്പൊ ഞാൻ കുറെ വീട്ടിലൊക്കെ ചെല്ലുമ്പോ കാണാറുണ്ട് അലോവേര അങ്ങനെ ഭയങ്കര ക്ഷീണിച്ച് ഒരു ഉഷാറില്ലാത്ത പോലെ നിൽക്കാറുള്ളത്. പിന്നെ അതിന്റെ വേരാണെങ്കിലും വനം പോലെ ഇങ്ങനെ കുറെ നീളത്തിൽ വന്നിട്ട് അതിന്റെ തുഞ്ചത്ത് ഒരു 2-3 ലീഫേ നിൽക്കാറുള്ളൂ. പക്ഷെ ഇത് അതിനൊക്കെ ഒരു വ്യത്യസ്ത ഒരു അതും നല്ല ഉഷാറായിട്ടാണ് നിൽക്കുന്നത്. ഓരോ ലീഫിനാണെങ്കിലും നല്ല വണ്ണമുണ്ട്. അതേപോലെ തന്നെ നല്ല കളറുമാണ്. പിന്നെ ചെറുതായിട്ടൊരു യെല്ലോ കളറ് വന്നിട്ടുണ്ട്. അത് പറഞ്ഞാല് ഇവരിങ്ങനെ കുറച്ചൊരു വെയിലൊക്കെ കൊണ്ടിട്ടാണ്. ഇപ്പൊ എന്തായാലും ഇവർ ഈ വീടിന്റെ സൈഡിലൂടെ കേട്ടോ വെച്ചത്. അപ്പൊ ചില സമയത്ത് നല്ല വെയിലുള്ള ഭാഗത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്ന്. അതുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ കുറച്ച് ലീഫിന് ചെറുതായിട്ട് യെല്ലോ കളറ് വന്നത്. അപ്പൊ അത് ആ ഒരു കാര്യം നിങ്ങളൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ നമ്മൾ ഈ വീട്ടില് ഓവർ പിന്നെ സൺലൈറ്റ് ഓവറായിട്ട് ഡയറക്റ്റ് ആയിട്ട് വരുന്ന ഭാഗത്ത് അലോവേര വെക്കണ്ട. അപ്പൊ നമ്മള് ഈ സൈഡിലൂടെ അങ്ങനെ എന്തെങ്കിലും ഒരു ഭാഗത്തിലൂടെ ഒത്തിരി വെയിൽ തട്ടാത്ത ഭാഗത്ത് വെക്കുക കേട്ടോ. അപ്പൊ അതൊക്കെയാണ് ഇതിന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് തോന്നുന്നത്. ഇപ്പൊ കൂടുതൽ ഇപ്പൊ വളത്തിന്റെ ആവശ്യമില്ല എന്നപ്പോ എനിക്ക് ഈ ഒരു അലോവേര കണ്ടപ്പോ മനസ്സിലായി. അപ്പൊ ഇവര് ഒരു 2 ആഴ്ച കൂടുമ്പോഴോ 1 ആഴ്ച കൂടുമ്പോഴോ അങ്ങനെയൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ നനയ്ക്കാറുള്ളൂ എന്നാ പറയുന്നത്. അപ്പൊ എന്തായാലും നല്ല ഭംഗിയാട്ടോ കാണാൻ, നല്ല അടിപൊളി. നമ്മള് നോക്കി നിന്ന് പോവും, അത്ര സുന്ദരമാണ് അലോവേര. ഇതാ ഒരുപാടുണ്ട്. ഒരുപാട് പറഞ്ഞാൽ ഒരു 8-10 ചട്ടിയെങ്കിലും ഉണ്ട്. അപ്പൊ അതിലൊക്കെ നല്ലോണം നിറച്ചിങ്ങനെ അലോവേര ഒരു സൈഡിലൂടെ നട്ടിട്ടുണ്ട്. ഓരോന്നും ഒന്നിനിങ്ങനെ വ്യത്യസ്തമായിട്ടാണ് അലോവേരകളൊക്കെ നിൽക്കുന്നതും കാണാനും പ്രത്യേക ഒരു ഭംഗിയാണ് അലോവേര ഒക്കെ. അപ്പൊ ഇത് ഒത്തിരി വെയിൽ കൊണ്ടിട്ടുണ്ടെങ്കിൽ ഇതിന് ഇതേപോലെ ചെറിയൊരു യെല്ലോ കളറ് വരും. അപ്പൊ അവര് ചെറിയ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ടൊന്ന് മാറ്റി വെച്ചതുകൊണ്ടാണ് ഇന്ന് ഇത്രയും വെയില് കൊണ്ട് ഈ ലീഫൊക്കെ ഒരു യെല്ലോ കളറായത്. അപ്പം ഞാനിത് എങ്ങനെ നടുന്നതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് സിമ്പിളായിട്ടാണ് സാധാ മണ്ണിൽ
ഒരു തൈ എടുത്ത് കുഴിച്ചിട്ടു, അത്രേ ഉള്ളൂ എന്ന്. അപ്പോൾ എനിക്ക് ഈ സിസ്റ്റർ കേട്ടോ എനിക്ക് 2 തൈ തന്നതാണ്. എൻ്റെ അടുത്ത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അലോവേരേൻ്റെ വീഡിയോ. അപ്പം അതിൽ നിന്നുള്ള അലോവേരൊക്കെ എനിക്ക് ഈ സിസ്റ്റർ 2 തൈ തന്നത് ഞാൻ കൊണ്ടുപോയി നട്ടതാണ്. അപ്പം എനിക്കും ഇതേപോലെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനതിന് ഭയങ്കര വളം ചെയ്യലും ഭയങ്കര കെയറിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അപ്പം എനിക്കും ഒരുപാട് നല്ല തൈകളും കാര്യങ്ങളൊക്കെ ആയിട്ട് എൻ്റെ അടുത്ത് 2 തരം അലോവേര ഉണ്ട്. പിന്നെ ഒന്ന് പ്ലെയിൻ ആയിട്ട് ലീഫ് പ്ലെയിന്, ഒന്നിൽ ഇങ്ങനെ ലീഫിൽ ഇങ്ങനെ വൈറ്റ് ഇങ്ങനെ ചെറിയ കുത്തു ഇങ്ങനെ വരുന്നത്, അതിനൊക്കെ പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല. ഇപ്പം 2 തരം ഉണ്ട്. അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പം എന്നെ ലൈക്ക് ചെയ്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പം ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പം നിങ്ങളെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പം എന്തായാലും അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു, ബൈ.